ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വാസികളിൽ പോലും ഒരു ഭാഗം ആളുകൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവർക്കറിയാം, ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു ജീവിതം അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. ചിലരൊക്കെ പണ്ട് അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വളരെ ശക്തമായ ഒരു ആത്മീക ദൂത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ഞാൻ ആരെങ്കിലുമൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിനെക്കുറിച്ച് പഠിക്കുകയും കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എന്താണ് ഈ ഒരു പ്രമാണം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രമാണമുണ്ട്. ആ ഒരു ലോയാണ്. ആ ഒരു പ്രമാണത്തിലേക്ക്, അല്ലെങ്കിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു പരിധിക്കപ്പുറത്ത് ആത്മീയമായിട്ട് മുന്നേറാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ മുന്നേറാൻ കഴിയാത്തിടത്തോളം നമ്മൾ നിൽക്കുന്ന നിലയിൽ സ്റ്റക്കായിട്ട് നിൽക്കും. ഒത്തിരി പേര് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദൈവഹിതം തിരിച്ചറിയാനും സന്തോഷകരമായ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനും കഴിയാതെ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ പ്രസംഗങ്ങളുണ്ട്. ചിലർക്കാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് എന്താണ്, വീണ്ടും ജനനം എന്താണ്, എല്ലാം എസ്സേ പോലെ അവർ എഴുതും. പക്ഷേ ലൈഫിലേക്ക് വരുമ്പോൾ ഒന്നും അനുഭവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കുറേ കഴിയുമ്പോൾ ഇതൊക്കെ സത്യമാണോ, ദൈവം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പം ഇതെല്ലാം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കണം. ആ ഒരു നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരണം. അതിന് നമ്മളെ തന്നെ ഒരുക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒക്കെ ജീവിതത്തിൻ്റെ വിജയം അതായിരുന്നു. നിരന്തരമായ ഉപവാസങ്ങൾ, സമർപ്പണം, പ്രാർത്ഥനാ ജീവിതം. സത്യത്തിൽ വചനത്തിൻ്റെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടണം. വചനത്തിൻ്റെ അകത്തുള്ള ആത്മീക വെളിപ്പാടുകൾ നമ്മുടെ ആത്മീക ജീവിതത്തെ മാറ്റിമറിക്കും. അല്ലാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും ഇതെല്ലാം തലയ്ക്കകത്തും മനസ്സിൻ്റെ അകത്തുമൊക്കെ കുറേ ആശയങ്ങളായിട്ട് കിടക്കും. അതായത് നമുക്കെല്ലാം അറിയാം, പക്ഷേ അനുഭവമില്ല, പ്രാർത്ഥിച്ച് മുന്നേറാൻ പറ്റുന്നില്ല. ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. കഴിഞ്ഞ ദിവസം പൈശാചിക അതിർത്തികളെ ഭേദിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചു. ശരിക്കും അതിൻ്റെ ഒരു 3-ാമത്തെ എപ്പിസോഡാണിത്. കാരണം ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നെ പുതിയ നിയമത്തിലേക്ക് എൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോയി. അപ്പം കുറച്ചധികം പേർക്ക് ഒരിക്കൽ കൂടി ഇത് പ്രയോജനകരമായി തീരട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാത്തിടത്തോളം കാലം ഒരു ശക്തിയായിട്ടല്ല, ഒരു വ്യക്തിയായി കണ്ട് പ്രാധാന്യം കൊടുത്ത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നമ്മൾ പോകാത്തിടത്തോളം കാലം ഒരിക്കലും നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തില്ല. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എന്താണ് ആത്മാവിനാൽ ബന്ധിക്കപ്പെടുക? പിശാച് ബന്ധിച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ധാരാളം. ഓക്കെ, നമുക്കവിടെ നിൽക്കാം. നമ്മൾ ഇന്ന് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, എന്താണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നുള്ളത് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് വചനത്തിൽ നിന്നാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത്തെ പല വചന ശുശ്രൂഷകളും ശ്രദ്ധിച്ചാൽ കഥകളും മറ്റ് ലോകത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സത്യത്തിൽ ആൾക്കാർ തന്നെ കുഴഞ്ഞിരിക്കുകയാണ്. ഇതെന്താണ്? നല്ല ദൈവവചന ശുശ്രൂഷകൾ, ആഴമായ വചന ശുശ്രൂഷകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നന്നായിട്ട് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, വചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം, നമുക്ക് പ്രാധാന്യം കൊടുക്കണം. വചനം, ദൈവവചനം. കാരണം വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ശരിക്കും ഈ ദൈവവചനം ഭയങ്കരമായിട്ട് രൂപാന്തരത്തിലേക്ക് വരുത്തും. അതുകൊണ്ട് നമ്മൾ വചനത്തിലൂടെ അല്പസമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് പോവുകയാണ്, വളരെ പ്രാർത്ഥനയോടെ. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ അടുത്തൊരു നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റും. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ
ഇവിടെയൊക്കെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നിടത്തും ശുശ്രൂഷകൾക്കായിട്ട് പോകുന്നിടത്തും എല്ലാം ഏറ്റവും അധികം ഞാൻ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പാപത്തെക്കുറിച്ചുമാണ്. എന്തിനീ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? പ്രസംഗിക്കണം, പാപത്തെക്കുറിച്ച് പറയാം. റോമാലേഖനം 8-ാം അധ്യായം ആണ് പുതിയ നിയമത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതം പ്രായോഗിക തലത്തിൽ, അതായത് നമ്മുടെ ജീവിതം വിജയമാകണമെങ്കിൽ 8-ാം അധ്യായം പഠിക്കണം. 8-ാം അധ്യായം മുഴുവനും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നല്ല പങ്കും. ആത്മാവിനെ അനുസരിച്ച് നടപ്പി, ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉയർക്കും, ആത്മാവ് നടത്തുന്നവർ ദൈവമക്കളാണ്, ആത്മാവ് പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ ഈക്വൽസ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം അതാണ് നമ്മളിത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു പാപത്തെക്കുറിച്ച് നമ്മൾ പറയണം. ഇനി എന്താ പാപത്തെക്കുറിച്ച് പറയാൻ? ഈ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നേ വിടുതലുകളെക്കുറിച്ച് പറയും, പാപത്തെക്കുറിച്ച് പറയാതെ അത്ഭുതത്തെക്കുറിച്ച് പറയും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ റോമാലേഖനം 7 വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചാൽ 48 തവണയിലധികമാണ് പാപത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ അരിച്ചു പെറുക്കി വായിച്ചു നോക്കിയിട്ടും 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ഡയറക്റ്റ്ലി പിശാചിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തുകൊണ്ടാണ്? അതാണ് പാപം. പാപത്തെ ജയിച്ചാൽ പിശാചിനെ ജയിക്കാൻ പറ്റും. പാപത്തെ മനസ്സിലാക്കിയാൽ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് പോകാം, വളരെ പെട്ടെന്ന് പോകാം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഗൗരവമായിട്ട് ദൈവമക്കൾ കേൾക്കണം. വചനത്തിലല്ലാത്തൊരു കാര്യവും പറയത്തില്ല, ശ്രദ്ധിച്ച് കേൾക്കണേ. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഈ 8-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട 3 പ്രമാണം നമ്മൾ കാണുന്നുണ്ട്. മരണത്തിൻ്റെ പ്രമാണം, അടുത്തത് പാപത്തിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ലോയാണ്. ലോ ഓഫ് സിൻ, ലോ ഓഫ് ഡെത്ത്, ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ്. എന്താണ് ഈ ലോ എന്ന് പറയുന്നത്? നിയമം. ഈ പ്രപഞ്ചത്തിലെ സകലത്തിനും ഒരു നിയമമുണ്ടില്ലേ? എല്ലാം ഒരു നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഈ ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലമുണ്ട്. ഐസക് ന്യൂട്ടൻ്റെ 3 തിയറികളൊക്കെ നമ്മൾ അറിയാവുന്നതാണ്. ലോ ഓഫ് ഇനേർഷ്യ, ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ, ഫോർ എവറി റിയാക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഫിസിക്സിൻ്റെ ക്ലാസ്സല്ല കേട്ടോ. ചിലർ ചിന്തിക്കും പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴേ ഇതൊക്കെ വിട്ടതാ, ഇപ്പോൾ പിന്നെ ഇതെല്ലാം പൊക്കിക്കൊണ്ട് വരുവാണോ എന്നുള്ളത്. അങ്ങനെയല്ല. അതായത് നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ ആ കല്ല് താഴെ വരും, നമ്മൾ എത്ര ആഞ്ഞെറിയാൻ ശ്രമിച്ചാൽ. പക്ഷേ നമ്മൾ ആകാശത്തിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കിയാൽ ആകാശത്തിൽ പറന്നു നടക്കുന്ന പറവകളെ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണ്? അവർക്ക് ഈ ഗുരുത്വാകർഷണ ബലം അവരെ ബാധിക്കുന്നില്ലേ? എന്താ? അതായത് ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പ്രമാണത്തിന് എതിരെയുള്ളൊരു പ്രമാണം അതിൻ്റെ ശരീരത്തിലുണ്ട്. അതെന്ത് പ്രമാണമാണ്? അതാണ് ഞാൻ പറഞ്ഞത്, പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും പ്രമാണത്തിനെതിരായുള്ള ഒരാത്മാവിൻ്റെ പ്രമാണമുണ്ട്. ഇത് തിരിച്ചറിയണം. ഇന്നിപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ടൺ കണക്കിന് ഭാരം വഹിച്ചുകൊണ്ട് വിമാനങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്നത് കാണാനായിട്ട് പറ്റും, ഇല്ലേ? പണ്ടൊക്കെ ഇത് സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വിമാനങ്ങൾ കണ്ടുപിടിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ അത്ര ശാസ്ത്രീയ വിശദീകരണം നൽകാൻ പറ്റിയ ഒരാളല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യം നിങ്ങളോട് പറയുകയാണ്. റൈറ്റ് സഹോദരന്മാരാണല്ലോ ഈ വിമാനത്തിൻ്റെ ആദ്യകാല രൂപങ്ങൾ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ പറയുന്നത് പണ്ട് ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ കണ്ടിട്ട് മനുഷ്യൻ ചിന്തിക്കുമായിരുന്നു, എങ്ങനെയാണ് ഇത് പറക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവർ അതിൻ്റെ ബോഡിയെക്കുറിച്ച് പഠിച്ചു, ഡിസൈനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ഗ്ലൈഡറുകൾ ഉണ്ടാക്കി, പിന്നെ ഒരുപാട് രൂപഭേദം വരുത്തി വിമാനങ്ങളുണ്ടാക്കി. അതായത് മനുഷ്യൻ്റെ നിരീക്ഷിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് പക്ഷികളുടെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ജീവനുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം എവിടുന്ന് അവർക്ക് കിട്ടി? ഈ പറയുന്നവർ പറയും പ്രകൃതിയുടെ പ്രമാണമാണെന്ന് പറയും. പക്ഷെ ഞാൻ ഈ പ്രമാണത്തെക്കുറിച്ച് പഠിച്ചപ്പം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ പറയുക, ആകാശത്ത് പറക്കുന്ന പറവജാതികൾ ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കൽപ്പന അതാണ്. അപ്പം ശരിക്കും ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ ആ ഒരു ജീവൻ, ആ ഒരു കൽപ്പന, ആ ഒരു നിയോഗം, അതാണ് കോടാനുകോടി പക്ഷികളെ ഈ ഭൂഗുരുത്വാകർഷണ ബലത്തിന് വിരോധമായി പറക്കാൻ സഹായിക്കുന്നത്. ഈ മൈഗ്രേറ്ററി ബേഡ്സൊക്കെ എത്ര കിലോമീറ്ററുകളാണ് നിർത്താതെ പറക്കുന്നില്ലേ? അത്ഭുതം തോന്നും.
ആയിരക്കണക്കിന് കിലോമീറ്ററുകളൊക്കെ പറക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മളെ കൊണ്ട് ഒരടി ഉയർത്തി നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ആ പ്രമാണമില്ല. വളരെ പെട്ടെന്ന് ഞാൻ പറയാം. അപ്പം ഇത് ദൈവത്തിൻ്റെ ജീവനാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യൻ ഇന്ന് ജീവൻ ഉണ്ടാക്കാൻ ആവുന്നതെല്ലാം നോക്കുകയാണ്. പക്ഷേ ഒരു അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്ന് അവർക്കൊരു ജീവൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് പറ്റില്ല. കാരണം സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. എന്നതുപോലെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് ഒരു മോചനം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് നമ്മൾ വരണം. അങ്ങനെ വരാനായിട്ട് നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അതിനാണ് ദൈവവചനം പഠിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ തൊട്ട് പിൻപിലുള്ള വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയാൽ വാഴുന്ന പാപം, വസിക്കുന്ന പാപം, ഈ രണ്ട് പാപവും രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ പ്രവർത്തിക്കുന്ന പാപമാണ്. ഇത് പലരും തിരിച്ചറിയാത്തത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഒരിക്കൽ ദൈവകൃപയിൽ വന്നാലും നമ്മൾ ആത്മാവിന് കീഴടങ്ങി യാത്ര ചെയ്യുന്നില്ലെങ്കിൽ ഈ പാപപ്രവർത്തികൾ തലപൊക്കുകയും പിന്നീട് ആ വ്യക്തി പിന്മാറ്റത്തിലേക്ക്, പഴയ ഒരു അനുഭവത്തിലേക്ക് പോകുന്നു. അതിൽ തുടർന്നു പോയാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ദൈവകൃപ അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞത്. ഈ കുറേ ആൾക്കാർ പരിശുദ്ധാത്മാവിനെ കിട്ടാത്ത, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ കുറേ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മിലെ പാപം, മരണത്തിൻ്റെ പ്രമാണം, ഇതാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവൻ, ആ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഈ ജീവൻ എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? ജീവനെക്കുറിച്ച് പ്രസംഗിക്കാൻ പോയ മണിക്കൂറുകൾ ഈ ശുശ്രൂഷ നീണ്ടുപോകും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ജീവനാണ് മനുഷ്യൻ്റെ വെളിച്ചമായി മാറിയത്. ഇല്ലേ? ഏദൻ തോട്ടത്തിൽ പോലും ഉണ്ടാകട്ടെ എന്നെല്ലാം പറഞ്ഞപ്പം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ സ്വന്തം കരങ്ങളാലുള്ള ആ ഒരു സൃഷ്ടിപ്പാണല്ലോ. അപ്പം ഈ കാൽവറി ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനനന്തരമായി പുനരുത്ഥാനത്തിലൂടെ മാനവജാതിക്ക് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള ജീവൻ അവിടുന്ന് ലഭ്യമാക്കി തീർത്തു. ഈ ജീവൻ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ഉള്ളിൽ അനുഭവമായി മാറുന്നത് പരിശുദ്ധാത്മാവ് അതിനെ കൊണ്ടുവരുമ്പോഴാണ്. ഞാൻ ആ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണ്. വളരെ ശ്രദ്ധിക്കുക, ഗൗരവമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിതൊന്ന് മനസ്സിലാക്കണം, വചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് എൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ വന്ന് ആ ജീവൻ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ആത്മാവാണ് അതിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് മൊത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി ജീവിക്കാൻ തയ്യാറായാൽ ആ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അസാധാരണമായ അനുഭവങ്ങളായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യത്തിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും നന്നായി വേദശാസ്ത്രം പഠിപ്പിക്കുന്ന സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു നല്ല തിയോളജിക്കൽ സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ഇതെല്ലാം തലേ കയറി നമ്മളിങ്ങനെ പോയി ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അതില്ലാതായിപ്പോയി, ശുശ്രൂഷയിൽ മാറ്റങ്ങളില്ലാതായിപ്പോയി. പക്ഷേ പിന്നീടാണ് ഞാൻ പരിശുദ്ധാത്മാവിന് നമ്മൾ എത്രത്തോളം വിധേയപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുക, സമർപ്പണത്തോടെ മുമ്പോട്ട് പോവുക, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിപ്പാൻ നമ്മൾ അനുവദിക്കുക, പാപം ചെയ്യാതെ ഇരിക്കുക, പാപത്തെ വിട്ട് മാറി നടക്കുക. കാരണം പാപമാണ് പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് വഴിവെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിശാച് പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തുടരുന്നുണ്ടെങ്കിൽ ഒരിക്കലും പൈശാചിക വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടത്തില്ല. അപ്പം
ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൈവാത്മാവിനെ പ്രാപിക്കാത്തവരാണെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ദൈവകൽപ്പനകൾ, ജലസ്നാനമടക്കമുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങളാരും പറയുന്നത് കൊണ്ടല്ല, വചനം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുക. ഇനി അടുത്തത്, ഇത് നഷ്ടപ്പെടാം കേട്ടോ. ഇത് നഷ്ടപ്പെടാം. ഉദാഹരണത്തിന്, ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷി, ആ പക്ഷിക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ആ പക്ഷി ഒരു ചത്ത പക്ഷിയായി അത് താഴേക്ക് വീഴും. പക്ഷെ ടൺ കണക്കിന് വെയിറ്റുള്ള റോക്കറ്റുകൾ പോലും ആകാശത്തിലേക്ക് ഈ ഗുരുത്വാകർഷണ ബലത്തെ ഭേദിച്ച് മുകളിലേക്ക് പോകും. കാരണം എന്താ? ഇതിനെ എതിരായ ഒരു ശക്തി അതിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇതാണ് ശരിക്കും ആത്മശക്തി എന്ന് പറയുന്നത്. പക്ഷേ ആത്മശക്തി നേടുവാനും നിലനിർത്തുവാനും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തില്ല. ആത്മാവ് നടത്തുന്നവർ, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ദൈവമക്കളാകുന്നു. ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ചിലർക്ക് ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവദാസനെ പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരു ആത്മീയ സന്തോഷമില്ല, മനസ്സ് മൊത്തം മൂടിക്കെട്ടിയ അവസ്ഥയിൽ. നിങ്ങളും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എവിടെയാണ് നിലകൊള്ളുന്നത് എന്നുള്ളത്. ആത്മാവില്ലാത്ത പ്രസംഗങ്ങൾ, ആത്മാവില്ലാത്ത പ്രാർത്ഥനകൾ, ആത്മാവില്ലാത്ത ആരാധനകൾ, ആത്മാവില്ലാത്ത അനുഭവം ഭയങ്കര വരൾച്ചയായിരിക്കും. ഭയങ്കര വരൾച്ച. അതായത് പുതിയ നിയമത്തിൻ്റെ ഉന്നതമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ കൂടി വളരെ വേഗത്തിൽ പറഞ്ഞ് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ഒക്കെ അവരുടെ നിരന്തരമായ ഉപവാസങ്ങൾ, അവരുടെ സമർപ്പണം, ഇതൊക്കെ നമുക്ക് ആ എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവർ ആത്മശക്തിയിലും ആത്മനിറവിലും അവർ ശുശ്രൂഷിച്ചവരും അവർ ജീവിച്ചവരും അവർ പ്രാർത്ഥിച്ചവരും അങ്ങനെ അവർ ഈ വിജയകരമായിട്ട് അവരുടെ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നവരും ആയിരുന്നു. അതുകൊണ്ട് ഇനിയും ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. എന്താണ്? ഇതൊരു പരിശ്രമമല്ല, ഇതിൻ്റെ അകത്തൊരു സമർപ്പണമാണ് ആവശ്യം. ഫോർ എക്സാമ്പിൾ, ഈ എൻ്റെ കണ്ണ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇമ വെട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? നമ്മളെപ്പോഴും നമ്മുടെ കണ്ണുകളോട് പറയുകയാണോ വെട്ടിക്കൊണ്ടിരിക്കണമെന്ന്? ഒരിക്കലുമല്ല, ഒരു പ്രമാണമാണത്. എന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രമാണത്തിലേക്ക്, ആ ഒരു വിധേയത്വത്തിലേക്ക് നമ്മളെത്തിയാൽ ഇത് നാച്ചുറലി നമ്മളെ നിയന്ത്രിച്ചു പോകും. അതായത് ഒരു സ്വാഭാവികമായൊരു നിയന്ത്രണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വാഭാവിക നിയന്ത്രണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണല്ലേ. അത്രയും ഒരു വലിയ സ്ട്രഗിളിങ്ങിൻ്റെ ആവശ്യമില്ല. സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ ആ കൃത്യമായ ട്രാക്കിൽ വരാത്തത് കൊണ്ടാണ്. അപ്പം പാസ്റ്റർ എങ്ങനെയാണ് വരുന്നത്? ആരെങ്കിലും തലയെ കൈ പിടിച്ച് വെച്ചാൽ വരത്തില്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇത് സ്വയം മനസ്സിലാക്കിയെടുക്കണം. ഉദാഹരണത്തിന്, എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ആദ്യം എന്തുവാ ചെയ്യുന്നത്? നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന നേരത്ത് ആദ്യം മലയാളം മനസ്സിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, എന്നിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഗ്രാജുവലി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നാച്ചുറലി നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങും. എന്നതുപോലെയാണിത്. നമ്മൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് ഈ കുറേ ഈ പ്രമാണങ്ങൾ, കുറേ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. നീ വിശുദ്ധി ജീവിക്കണം, നീ അങ്ങനെ ചെയ്യണം, നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവൻ കുറേ കഴിയുമ്പോൾ ഇവൻ മാനസിക രോഗിയാകും എന്നുള്ളതാണ്. കാരണം അവൻ ഇത് എന്തു പറയുന്നത്, വണ്ടി ഓടിക്കാൻ അറിയാത്തവൻ്റെ കയ്യിൽ വണ്ടി കൊടുക്കുന്നത് പോലെയുള്ളൂ. അവനോട് പറയുകയാണ്, ഇതാണ് ക്ലച്ച്, ഇതാണ് ബ്രേക്ക്, ഇത് ഗിയറാണ്, ഇത് സ്റ്റിയറിംഗ് ആണ്. അപ്പം നീ പിന്നെ വണ്ടി എടുക്കാൻ നേരത്ത് ഫസ്റ്റ് ഇടണം, പിന്നെ ഓടിക്കണം, ഗിയർ മാറ്റണം, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വണ്ടിയും കൊടുത്തു, വലിയൊരു താക്കോലും കൊടുത്തിട്ട് പറഞ്ഞു നീ ഓടിച്ചോളാൻ പറഞ്ഞു. എന്ത് പറ്റും? എത്ര ദൂരം പോകും? ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തെടുത്തോടുകൂടി അവിടുത്തെ പരിപാടി തീരും. കാരണം അവനതറിയില്ല. ഇതറിയണം,
ഇതൊരു പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള മെസ്സേജുകളും സന്ദേശങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ ഓരോ ദൈവജന ശുശ്രൂഷയിലൂടെയും നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അതിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ ജീവൻ ഒരു വ്യക്തിയിലേക്ക് വരുന്നത് അവിടുത്തെ ആത്മാവിനാലാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവാണ് ഈ ജീവനെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. മണ്ണായ മനുഷ്യനെ ഉണ്ടാക്കി ജീവശ്വാസം ഊതി, തൻ്റെ ശ്വാസമൂതി, ബ്രീത്ത് ഇല്ലേ, ഊതി, അത് മനുഷ്യനെ ജീവനുള്ളവനാക്കി തീർത്തു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, പണ്ടത്തേതുപോലെയല്ല, ഞങ്ങൾക്ക് ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പ്രിയമുള്ളവരെ, ആരും കണ്ടിട്ടില്ലാത്ത ഉന്നതമായ, പിന്നതിന് വാക്കുകളില്ല കേട്ടോ, പിന്നതിന് വാക്കുകളില്ല. ദൈവാത്മാവിൻ്റെ കരങ്ങളിൽ ഒരു മനുഷ്യൻ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയാൽ അതിന് ലിമിറ്റുകളില്ല, പരിധികളില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനും കണക്കൂട്ടാനായിട്ട് പറ്റില്ല. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ചർച്ചിൽ കുറച്ചധികം കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഇത് പഠിപ്പിച്ച്, പാപം എന്താണെന്ന് പഠിപ്പിച്ച്, ഇന്നെന്താ ഈ അനേക തലമുറകൾ പാപത്തിൽ വീഴാൻ കാരണം എന്താ? നമ്മൾ കുറേ ലോഡ് ഇറക്കുന്നത് പോലെ കുറേ പ്രസംഗങ്ങൾ ഇവരുടെ മണ്ടയിലോട്ട് ഇറക്കിയും കൊടുക്കുക. ഇതെല്ലാം കേട്ട് ഇവർക്കിതൊരു ഭാരമായിട്ട് മാറുക. എങ്ങനെ ജീവിക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നില്ല. പാപത്തെ എങ്ങനെ നേരിടണമെന്ന് അവരെ പഠിപ്പിക്കുന്നില്ല. കുറേ ഭാരം മാത്രം അവരുടെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുക. പോരാ, മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിലേക്കുള്ള ജീവിതം. ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് തലമുറകൾ ആ ഒരു അനുഭവത്തിലേക്ക് അവർ വരുന്നുണ്ട്. അവർ ദർശനങ്ങൾ കാണാൻ തുടങ്ങി, അവർ ദൈവകൃപയെ ശക്തിപ്പെടാൻ തുടങ്ങി. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു.